ഈ വീഡിയോയിൽ നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനകത്ത് വരുന്ന കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ താഴെ ഞാനൊരു ഇമേജ് വെച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. അതിൻ്റെ അകത്തുള്ള കമ്പോണൻസ് അവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലോ ഇനി ഓരോ കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വരുന്ന കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ മെസ്സേജാണ്. മെസ്സേജ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റേനെയാണ്. അതുപോലെ ഈ ഒരു മെസ്സേജിന് പോപ്പുലറായിട്ടുള്ള ഫോർമാറ്റ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വീഡിയോ, ഇമേജ്, ടെക്സ്റ്റ്, നമ്പേഴ്സ്, പിക്ചേഴ്സ് തുടങ്ങിയിട്ടുള്ളവയാണ്. പിന്നെ വരുന്ന കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ സെൻഡർ എന്ന് പറയുന്ന കമ്പോണൻ്റാണ്. സെൻഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഡാറ്റ സെൻഡ് ചെയ്യുന്ന ആ ഒരു ഡിവൈസിനെയാണ് സെൻഡറും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വേണമെങ്കിൽ കമ്പ്യൂട്ടർ ആവാം, അല്ലെങ്കിൽ ടെലിഫോൺ ആവാം, വീഡിയോ ക്യാമറ ആവാം, അതല്ലെങ്കിൽ ഒരു വർക്ക് സ്റ്റേഷൻ ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അടുത്തതായിട്ട് വരുന്ന കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ റിസീവർ കമ്പോണൻ്റ് ആണ്. റിസീവർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മെസ്സേജ് റിസീവ് ചെയ്യുന്ന ഡിവൈസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു കമ്പ്യൂട്ടറോ വർക്ക് സ്റ്റേഷനോ ടെലിവിഷനോ അങ്ങനെയുള്ള ഡിവൈസ് എന്ത് വേണമെങ്കിലും റിസീവറായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസുകളാണ്. അടുത്തതായിട്ട് വരുന്നത് ട്രാൻസ്മിഷൻ മീഡിയം ആണ്. ട്രാൻസ്മിഷൻ മീഡിയം എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ പാത്താണ്. ഈ ഒരു ഫിസിക്കൽ പാത്തിൽ കൂടെയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. കോവാക്സിയൽ കേബിള്, ഫൈബർ ഓപ്റ്റിക്കൽ കേബിള് അല്ലെങ്കിൽ റേഡിയോ വേവ്സൊക്കെ ട്രാൻസ്മിഷൻ മീഡിയത്തിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. അവസാനമായിട്ട് വരുന്ന കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോക്കോളാണ്. പ്രോട്ടോക്കോളും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കണം എന്ന് സ്പെസിഫൈ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസാണ് ഈ പറയുന്ന പ്രോട്ടോക്കോള്. പ്രോട്ടോക്കോൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡിവൈസുകൾ തമ്മിൽ എഗ്രി ചെയ്യുന്ന ഒരു എഗ്രിമെൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പ്രോട്ടോക്കോൾ ഇല്ലാതെ രണ്ട് ഡിവൈസുകൾ തമ്മിൽ നമുക്ക് ആക്ച്വലി കണക്ട് ചെയ്യാൻ പറ്റും, പക്ഷെ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ പോസിബിൾ ആയിരിക്കത്തില്ല. അതായത് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ, നിങ്ങളൊരു ഹിന്ദിക്കാരൻ്റെ അടുത്ത് പോയിട്ട് മലയാളം പറഞ്ഞാൽ അയാൾക്കത് മനസ്സിലാവണമെന്നില്ല, തിരിച്ച് അയാൾ ഹിന്ദി പറഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലാവണം എന്നില്ല. അതൊരു പ്രോട്ടോക്കോളിൻ്റെ ആബ്സെൻസിന് പറയാൻ പറ്റിയൊരു നല്ല എക്സാമ്പിളാണ്. അപ്പോൾ ഇത്രയാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ്. ഇത് 5 മാർക്കിന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ടോപ്പിക് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്.